ആരപ്പത് നമ്മളെ കരടി മാമനാ? കരടിയോടെ കാണാച്ചല്ലോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്കൊരു തള്ളൊരു ഷീറ്റ് കിട്ടി. അങ്ങനെ ഇങ്ങനെ നടന്ന് പോവുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ വ്യൂ കൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഞങ്ങൾ കുറേ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വെള്ളം കുടിച്ചു. ഇതാരോ പുലിക്കുട്ടനാ? പുലിക്കുട്ടപ്പം എത്ര കിലോ ഉണ്ടാവും? സോറി, അത് ലയണാണ്. ഞാൻ അറിയാതെ പുലി എന്ന് പറഞ്ഞു പോയി. കുറേ നേരം ഞങ്ങൾ കാത്തു നിൽക്കണം എപ്പോഴാണ് വരാച്ചിട്ട്. പിന്നെ വാച്ച്മാൻ പറഞ്ഞു അത് വരും, അപ്പോൾ ഫുഡ് വെച്ച്. അപ്പോൾ ഇതാ നമ്മുടെ സിംഹം, ലയൺ. അപ്പോൾ ലയൺ ഇങ്ങനെ പോകണുണ്ടോ? ലയൺ എത്ര കിലോ ഉണ്ടാവും? ലയൺ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ. അപ്പോൾ ഇങ്ങനെ ലയൺ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ലയൺ അങ്ങനെ ലയണിപ്പോൾ നല്ല പ്രായമായിക്കണ്. അതിൻ്റെ രോമൊക്കെ നല്ല കൊഴിഞ്ഞിക്കണം. പിന്നെ അതിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടാ. അത് മെല്ലെ മെല്ലാണ് നടക്കണത്. പ്രായമായതുകൊണ്ടാണ് തോന്നണം. ഇങ്ങനെ വെല്ല ഇങ്ങനെ ബെഞ്ചിൻ്റെ അവിടെ കയറി ലൈന് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ പിന്നെ അവിടേക്ക് പോകാൻ പറ്റൂല പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോകും. ഇങ്ങനെ നടക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുക ഈ സ്ഥലത്തൊക്കെ കേട്ടോ. പിന്നെ അവിടെ മോനെ പിന്നെ കുറേ ഉണ്ട് ബോട്ട്സും 5-6 ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് എത്തിയിട്ടാ ചളിയില കളിക്കണ തോന്നണ്. കളിക്കട്ടെ. 1 2 കുറേ ഉണ്ടല്ലോ. 1 2 3 4 കുറേ വെള്ളത്തിലുണ്ട്. 5 അങ്ങനെ 5-6 ഉണ്ടല്ലേ. നല്ല രസമുണ്ട്. പിന്നെ കൊമ്പുള്ള കാണ്ടാമൃഗമുണ്ട്. കാണ്ടാമൃഗതാ. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ മാനുണ്ട് കേട്ടോ. മാനിൻ്റെ മുകളിൽ ഒരു കാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. വെള്ളം കുടിക്കാനാണ് തോന്നണത്. പിന്നെ വേറൊരു ഹിപ്പോപ്പൊട്ടാമസ്. അങ്ങനെ കുറേ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ വേറൊരു ഹിപ്പോപ്പൊട്ടാമസ് ഇതങ്ങനെ നോക്കുകയാണ്. ജനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കാണല്ലേ. പിന്നുണ്ട് സിംഹവും കടുവൊക്കെ. അപ്പം ആവേശമായി. പിന്നെ കുറച്ച് മാൻകുട്ടികളൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ. കുറേ മാനും കുറേ ഉണ്ട്. അതിനെ പിന്നെ പിന്നെ ഇതാ മാൻ. ഒരു മാനിൻ്റെ ഒരു ബോൾ എടുത്തു. പിന്നെ അവിടെ ഫുള്ള് മാൻകൂട്ടാട്ടോ. കുറേ മാനുകളുണ്ട്. പിന്നെ കൊമ്പുള്ള മാന്. പിന്നെ മരം. പിന്നെ അവിടെ നിന്ന് നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളിങ്ങനെ നടക്കുക. അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ കുറേ സാധനം. കുറേ അട്ടപക്ഷി കുട്ടിയുണ്ട്. പിന്നെ കുറേ അട്ടപക്ഷി. പിന്നെ വേറൊരു തരം മാൻ. പിന്നെ ഞങ്ങളിങ്ങനെ കൊമ്പുള്ള മാനാട്ടത്. പിന്നെ മോനെ കാട്ടുപോത്ത്. കൊമ്പുള്ള കാട്ടുപോത്ത് വേറെയും കൊമ്പില്ലാത്തുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറേ കാട്ടുപോത്തിനെ കണ്ടു. വീണ്ടും മാനൊക്കെ എവിടെയൊക്കെ ചോരയുടെ മൂറുണ്ട് തോന്നണ് കണ്ടിട്ട്. മാനൊക്കെ ചൊറിച്ചിലോ. മാനൊക്കെ എവിടെയൊക്കെ ചോരയും. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും മാൻ. പിന്നെ അവിടെ കുറേ ഇതുണ്ടായിരുന്നു. എല്ലാവരും അതിനിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഈ ചൂടത്തൊക്കെ എങ്ങനെ വെള്ളം കുടിക്കാതിരിക്കുക? പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടായതുകൊണ്ട് സുഖമായി. പിന്നെ അവിടെ സിംഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നെ. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അവിടെ ഇങ്ങനെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മോനെ സിംഹം, പുലി
കടുവ. അങ്ങനെ ഞങ്ങൾ ആവേശത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നു കേട്ടോ. എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആണ്ട് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു. പിന്നെ അവിടെ കുറേ സിംഹമുണ്ട്. പിന്നെ ഉണ്ട് കേട്ടോ കുറേ അവിടെ കിടക്കുകയാണ് തോന്നണത്. കുറേ പുലികളുണ്ടല്ലോ. ഹായ് പുലി സാറേ. അതെങ്ങനെ എവിടേക്കോ പോയി. അതാ അങ്ങനെ ഉണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതെങ്ങണ്ട് തന്നെ വരുന്നേ. രസമുണ്ട് കേട്ടാ പുലിനെ കാണാൻ. പിന്നെതാ നമ്മുടെ സിംഹം. അതിനൊത്തിരി വയസ്സൊക്കെ അയക്കണ തോന്നണം. നടക്കാൻ വയ്ക്കാത്തവർക്ക് വണ്ടിയുണ്ട്. പിന്നെതാ ടൈഗർ. പിന്നെ ഇവിടെ ടൈഗറിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കി ടൈഗർ ഉണ്ടോ. പിന്നെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇതാ ഒരു കോണ്. പിന്നെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടക്കുക. പിന്നെ അവിടെ കുറേ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ചെറിയ സിസ്റ്റർ അവിടെ നിന്ന് എന്താണ് നോക്കണം. അപ്പം ഇതാണ് നോക്കണത് എൻ്റെ ചെറിയ സിസ്റ്റർ. പിന്നെ ഇതാ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ കുറേ കമ്പിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് ആകാശയിൽ. പിന്നെ അവളിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ പിന്നെന്നുള്ള വെച്ചിട്ടാ ഫോക്സ്. പിന്നെ ഇതാ മൃഗങ്ങളെ ഹോസ്പിറ്റലാണ്. മൃഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ. പിന്നെ ഇതന്നെ മൃഗങ്ങളെ ഹോസ്പിറ്റൽ. അങ്ങനെ നടന്ന് പോയി. പിന്നെ ഇവിടെ വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ കുറേ കൊമ്പില്ലാത്ത മാങ്കൂട്ടങ്ങളെ ഞങ്ങൾ കണ്ടിട്ടോ. പിന്നെ എൻ്റെ സിസ്റ്റർ ഞങ്ങളെ അനിയത്തിക്ക് കാണാത്തതുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് കുറേ. പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പം ഒരു മിക്കി മൗസിനെ കണ്ടിട്ടാ. മിക്കി മൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് മുള്ളാൻ പറഞ്ഞാണ് മേത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഇട്ടിച്ചിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളിതോ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട അത്യാവശ്യം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ കുറേ മുള്ളമ്മനെ കണ്ടു. പിന്നെയാണ് ബട്ടർഫ്ലൈ പാർക്ക്. അപ്പം ഞങ്ങളെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അടുത്തേക്കൊക്കെ പോയി. ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാം. പിന്നെ ഇവിടെ കുറേ അതിന് ആ കുളത്തിൽ നിന്ന് വെള്ളം ചാടുന്നത്. പിന്നെ അതിൻ്റെ അടിയിലൊരെന്താണ്. പിന്നെ ഞങ്ങളിങ്ങനെ അപ്പം അതിൻ്റെ അടിയിൽ ആ പാലത്തിൻ്റെ അടിയിൽ ചെറിയ ബട്ടർഫ്ലൈകൾ തേൻ കുടിക്കാൻ വരും. നമുക്ക് കാണാം. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. മഞ്ചാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമല്ലേ. പിന്നെ പോവാൻ പറ്റാത്തവർക്കുണ്ട് സ്പെഷ്യലി വല്യമ്മമാരൊക്കെ ഉള്ള സ്പെഷ്യൽ വണ്ടി. പിന്നെ മോനെ ഒട്ടകപ്പക്ഷി. അപ്പം നിങ്ങൾ കണ്ടിക്കണോ. അപ്പം ഒട്ടകപ്പക്ഷി നമ്മൾ എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ നിൽക്കുന്ന ഒട്ടകപ്പക്ഷി. പിന്നെയാണ് സ്നേക്ക്. ചെറുതായിട്ടൊക്കെ പേടിയാവുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് സ്നേക്കിൻ്റെ അടുത്തേക്ക്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല എക്സൈറ്റഡ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. അതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുകളാണ്. എക്സൈറ്റഡോട് നിൽക്കാൻ വെച്ച. അപ്പം ഞങ്ങൾ എന്താണിത്. പിന്നെ വീണ്ടും പാമ്പ്. പിന്നെ ആമുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ രാമൻ നീന്തി കൊടുക്കണ കണ്ടു. ഗായ്സ് പാമ്പ് നോക്കിയാൽ എൻ്റെ ആളുകൾ തൂങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ആമ കണ്ടു. ഒരു പാമ്പ്. ഗായ്സ് നിങ്ങൾ കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ. ഗായ്സ് ഞാൻ ആകെ ഞെട്ടിട്ടോ അതിൻ്റെ മുകളിലൊക്കെ പാമ്പിനെ കണ്ടപ്പോൾ. പിന്നെ വെള്ളച്ചാട്ടം മോനെ നല്ല രസമല്ലേ കാണാൻ.
വെള്ളച്ചാട്ടം. പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കല്ല് കേട്ടോ, കുറേന്ന് വെച്ചാൽ കുറേ കല്ല്. ഓ, ഈ പാമ്പിനെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അല്ല പിന്നെ അതേ അനോക്കൊണ്ട് മേർത്ത് പാമ്പിട്ടത്. ഓ, അപ്പം ഞങ്ങളിങ്ങനെ കണ്ട് കുറേ പാമ്പ് കണ്ടു ഗായ്സ്. അനക്കൊണ്ടിൻ്റെ മാതിരില്ലേ, ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈമാണ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. പിന്നെ ഇതാ ഗായ്സ് വേറെ മറ്റൊരു പാമ്പ്. ഓ, ഇവിടെ പാമ്പ് വേളയല്ലോ. പിന്നെ രാജവെമ്പാല. ഓ ഗായ്സ് അവിടെ ഉണ്ട്, ഇവിടെയൊക്കെ പാമ്പ് ഗായ്സ്. നിങ്ങൾ കണ്ടാ പാമ്പിനെ? ഓ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ പിന്നെയും വേറൊരു പാമ്പിനെ ഞങ്ങൾ കണ്ടു. പിന്നെ അതാ അതിൻ്റെ ഇവിടെ ഒരു പാമ്പ്, അയാൾ പാമ്പ് എടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ കുറേ പാമ്പുകൾ. ഞാൻ കണ്ടപ്പോൾ തന്നെ കുറേ ഷോക്കായി, ഞെട്ടിട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോയപ്പോണ്ട് അതിൻ്റെ അരുവിലൊരു പാമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോട്ടോസും ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് കിടക്കുമ്പോൾ അതിൻ്റെ അരുവിലൊരു പാമ്പ്. പിന്നെ അതിൻ്റെ എല്ലാവരും എലിക്കുട്ടി ഉണ്ട് തോന്നുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഉണ്ട് സീസണുകൾ. അപ്പം ഞങ്ങൾ അടുക്ക് പോയി. അപ്പം ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ചരിത്രം പഠിക്കാനുള്ളൊരു ബുക്കുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടാ ഞങ്ങളിങ്ങനെ ചരിത്രം പഠിക്കണം. അപ്പോൾ ഞാൻ സോ എക്സൈറ്റഡ്. അപ്പം നിങ്ങളെ മാസ്റ്റ് ട്രൈ വരണം.